ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പൂർവികന്മാർ അങ്ങകലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു പണിഷ്മെന്റ് ജയിലുണ്ട്. ആ പണിഷ്മെന്റ് ജയിലിലേക്ക് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു. ആ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അബദ്ധത്തിൽ ഒരു മനുഷ്യനെയും പിടിച്ചുകൊണ്ടുപോയി. അയാളുടെ പേര് സവർക്കർ എന്നാണ്. സവർക്കർ എന്ന് പറയുന്ന ഒരാളെ അബദ്ധത്തിൽ പിടിച്ചുകൊണ്ടുപോയി. അയാൾ ഏതൊക്കെയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോയ വഴിയിൽ നിന്ന് എന്തോ മുദ്രാവാക്യം വിളിച്ചു. അബദ്ധവശാൽ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി. ആ മനുഷ്യൻ 13 പ്രാവശ്യമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കത്തെഴുതിയത്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് കത്തെഴുതിയത് 13 പ്രാവശ്യമാണ്. ഞാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എവിടെയും നിൽക്കുകയില്ല. നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റുകൊടുത്ത ആളിന് ഭാരതരത്ന നൽകാൻ പോവുകയാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ. എന്തിനാണ് 3000 കോടി രൂപ ചെലവഴിച്ചിട്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഇന്ത്യ രാജ്യത്ത് പണിതത്? സംഘപരിവാറുകാരന് പണിയാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഏത് കുഞ്ഞിനാ അറിയാത്തത്? 3000 കോടി രൂപ ചെലവാക്കി ഒരു പള്ളി പണിതപ്പോൾ, ഒരു പ്രതിമ പണിതപ്പോൾ, ആ പ്രതിമ പണിയുവാൻ വേണ്ടി ഉപയോഗിച്ച പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, ആ പണം ഉപയോഗിച്ച് പ്രതിമ പണിയുമ്പോൾ എന്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചവരോ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരോ ആരും തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ കൂട്ടത്തിലില്ലാത്തതിൻ്റെ പേരിലാണ്. അവിടെയാണ് ഇന്ത്യയുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അക്ബർ ചക്രവർത്തിയുടെ ദർബാർ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നവരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടവർ മുഗൾ ചക്രവർത്തിമാരുടെ ദർബാറുകളിൽ മുസ്ലിമീങ്ങളായിരുന്നു. ടിപ്പു സുൽത്താന്റെ കോട്ടകൾ തേടി നമ്മൾ പോകുമ്പോൾ, ബഹുമാന്യനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ കോട്ടകൾ തേടി നമ്മൾ പോകുമ്പോൾ ആ കോട്ടകളുടെ പരിസരങ്ങളിൽ ആഞ്ജനേയ സ്വാമിയുടെ, ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വെച്ചുകൊണ്ട് ആരാധിക്കുവാൻ തൻ്റെ പ്രിയപ്പെട്ട സേനാധിപതിന് അനുവാദം കൊടുത്ത ടിപ്പു സുൽത്താൻ എന്ന മതേതരവാദിയായ, ജനാധിപത്യവാദിയായ, മനുഷ്യസ്നേഹിയായ ആളിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്? നമുക്കറിയാം, 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പരിശുദ്ധ പ്രവാചകർ മസ്ജിദുൻ നബവിയുടെ വരാന്തയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാമല്ലോ, ആ മസ്ജിദുൻ നബവിയുടെ വരാന്തയിൽ ബഹുമാനപ്പെട്ട പ്രവാചകനെ തേടി വന്ന് നജറാനിൽ നിന്ന് കടന്നു വന്ന ക്രിസ്തീയ പാത്രിയാർക്കീസുമാർ. ആരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കടന്നു വന്നത്? ക്രിസ്തീയ പാത്രിയാർക്കീസുമാർ. അവർ വന്നത് പ്രവാചകനുമായി സന്ധ്യ സംഭാഷണത്തിനാണ്. നജറാനിൽ നിന്ന് കടന്നു വന്ന ക്രിസ്തീയ പാത്രിയാർക്കീസുമാർ അവർ കടന്നു വന്നത് ഈ പ്രവാചകനുമായി സന്ധ്യ സംഭാഷണത്തിനാണ്. അവരുടെ സംഭാഷണത്തിൻ്റെ ഇടയിൽ അവരുടെ ആരാധനയുടെ സമയമാകപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരാധിക്കുവാൻ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ സ്ഥലമിതാ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പ്രവാചകന്റെ സ്വഹാബികൾ ഓടി വന്നിട്ട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് ആരാധിക്കുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ ഉടമകൾക്ക് വേണ്ടി പണിത മസ്ജിദുൻ നബവിയുടെ ഭാഗം അങ്ങ് വിട്ടുകൊടുക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ പ്രവാചകന്റെ അനുയായികൾ വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ എന്താണ് അവരോട് പറഞ്ഞത്? ഖല്ലൂ സബീലഹും യതഅബ്ബദൂൻ, നിങ്ങൾ അവരെ വിട്ടുകളയുക, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അവർ ആരാധിക്കട്ടെ പള്ളിയുടെ ഉള്ളിൽ. ജീസസ് ക്രൈസ്റ്റിന് മസ്ജിദുൻ നബവിയാകുന്ന പള്ളിയുടെ ഉള്ളിൽ ആരാധിക്കുവാൻ വാതിലുകൾ തുറന്നിട്ട് കൊടുത്തത് ലോകത്ത് കാരുണ്യത്തിന്റെ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ 921 ഖിലാഫത്ത് പ്രസ്ഥാനം അതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടപ്പോൾ നിങ്ങൾ ഇന്ന് കടന്നുപോയാൽ അങ്ങകലെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ ഒരു വലിയ ജുമുഅത്ത് പള്ളിയുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ വലിയ ജുമുഅത്ത് പള്ളി. ആ ജുമുഅത്ത് പള്ളിയുടെ ഭിത്തിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ തോക്കിനുകുഴലിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകൾ പതിച്ച പാടുകൾ ആ പള്ളിയുടെ ഭിത്തികളിൽ നമുക്ക് കാണാം. എവിടെയാണ് ഈ സംഭവം നടന്നത്? ഈ കേരളത്തിൻ്റെ മണ്ണിലാണ്. എന്തിനാണ് ബ്രിട്ടീഷുകാരൻ പള്ളിക്ക് നേരെ വെടിവെച്ചത്? പ്രിയമുള്ളവരെ, ഒരു വെള്ളിയാഴ്ച ജുമയുടെ സമയത്ത് ആ പള്ളിയുടെ ഉള്ളിൽ സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ ആയിരക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി അവർക്ക് ഖുത്തുബയ്ക്ക് നേതൃത്വം നൽകുവാൻ ഒരുങ്ങിയപ്പോൾ ആ പള്ളിയുടെ ഉള്ളിലേക്ക് വെള്ളിയാഴ്ച ജുമയുടെ ഖുത്തുബയ്ക്ക് ശേഷം പ്രസംഗിക്കുവാൻ ഒരാൾ കടന്നു വന്നു. അത് മറ്റാരുമല്ല, ശുദ്ധ ഹിന്ദുവായ കോഴിപ്പുറത്ത് മാധവമേനോൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി.
കോഴിപ്പുറത്ത് മാധവ മേനോൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കടന്നു വന്നപ്പോൾ വെള്ളിയാഴ്ച മുസ്ലിമീങ്ങളുടെ ആരാധനയുടെ സമയമാണ്. അവിടെ ജുമയുടെ ഖുത്ബ മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരാണ് നിർവഹിക്കുക, ഇമാമിയങ്ങളാണ് നിർവഹിക്കുക. ആ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കോഴിപ്പുറത്ത് മാധവ മേനോൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ ശുദ്ധ ഹിന്ദുവായ ആൾ കടന്നു വന്ന് ആ പള്ളിയുടെ മിമ്പറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്ന ആളുകളോട് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമീങ്ങൾ ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകതകളെ സംബന്ധിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് അറിയിപ്പ് ലഭിച്ചു, തിരൂരങ്ങാടി പള്ളിയിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവരവിടെ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനു വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. അവരെ അങ്ങനെ വിട്ടാൽ പറ്റുകയില്ല. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ആജ്ഞ വന്നു, പള്ളി വളയുക. പള്ളിക്കുള്ളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആലി മുസ്ലിയാരെയും കോഴിപ്പുറത്ത് മാധവ മേനോൻ ഉൾപ്പെടെയുള്ള മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളായി നെഞ്ചോട് നെഞ്ചു ചേർന്നിരുന്നുകൊണ്ട് ഈ ഭാരതത്തിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ആളുകൾ ഓടി വന്നു. ആ ഓടി വന്നപ്പോൾ പട്ടാളക്കാര് അവർ പള്ളി വളഞ്ഞു. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞു. പുറത്തേക്ക് വരാതിരുന്നപ്പോൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ മനസ്സിലാക്കണം, ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ അവരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ വെടിവെച്ചത്. ആ വെടിയുണ്ടകളാണ് ആ തിരൂരങ്ങാടി ജുമാഅത്ത് പള്ളിയുടെ ഭിത്തികളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നും സ്മാരകമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ എവിടെയാ വർഗീയത ഉണ്ടായിരുന്നത്? അവിടെ എവിടെയാണ് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വർഗീയത ഉണ്ടായിരുന്നത്? കോഴിക്കോട് പട്ടണത്തിൽ ഒരു മിസ്കാൽ പള്ളി എന്ന് പറയുന്ന പള്ളിയുണ്ട്. ആ മിസ്കാൽ പള്ളിയെ ഒരിക്കൽ പറങ്കികൾ ആക്രമിക്കുവാൻ വന്ന ചരിത്രം നമുക്ക് കാണാം. മിസ്കാൽ പള്ളിയെ ആക്രമിക്കുവാൻ വേണ്ടി പറങ്കി പട്ടാളം കടന്നു വന്നു. പോർച്ചുഗീസുകാരൻ്റെ പട്ടാളക്കാരൻ മിസ്കാൽ പള്ളിയെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ആ മിസ്കാൽ പള്ളിയെ വളഞ്ഞു നിന്നുകൊണ്ട് 500ഓളം നായർ പട്ടാളക്കാർ, സാമൂതിരി രാജാവിൻ്റെ പട്ടാള പ്രമുഖരിൽ നായർ പട്ടാളക്കാരുണ്ടായിരുന്നു. നായർ പട്ടാളക്കാരായ 500ഓളം പട്ടാളക്കാർ മിസ്കാൽ പള്ളിയുടെ 4 വശവും വന്ന് വളഞ്ഞു നിന്നു. എന്നിട്ട് പറങ്കികളുടെ പോർച്ചുഗീസുകാരൻ്റെ പട്ടാളക്കാരൻ വന്നപ്പോൾ, നിങ്ങൾ ഈ പള്ളി ആക്രമിക്കണമെങ്കിൽ, മിസ്കാൽ പള്ളിയുടെ ഒരു ഓടി ഇളക്കണമെങ്കിൽ, മിസ്കാൽ പള്ളിയുടെ ഒരു തൂണിന് കേടുവരുത്തണമെങ്കിൽ 500ഓളം വരുന്ന നായർ പട്ടാളക്കാരായ ഹിന്ദു പട്ടാളക്കാരായ ഞങ്ങളെ വെടിവെച്ച് കൊല്ലാതെ, ഞങ്ങളുടെ മയ്യത്തിൽ ചവിട്ടിയിട്ടല്ലാതെ മിസ്കാൽ പള്ളിയുടെ ഒരു ഓടിളക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഈ കേരളത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യങ്ങളെ എന്തിനാണ് നിങ്ങൾ ചവിട്ടിക്കുടച്ച് കളയുന്നത്? എന്തിനാണ് ഈ മതേതര പാരമ്പര്യങ്ങളെ ഇല്ലാതാക്കി കളയുന്നത്? നിങ്ങൾക്കറിയുമല്ലോ, ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം 61ാമത്തെ വയസ്സിലാണ് മക്ക മുക്കറമയിലേക്ക് കടന്നു വരുന്നത്. 61ാമത്തെ വയസ്സിലാണ് മദീനയിൽ നിന്ന് മടങ്ങി വരുന്നത്. അന്ന് ആ ജനതയുടെ നേരെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം വഅൻതും തുലഖാ. നിങ്ങൾക്കെതിരെ ഇന്നൊരു പ്രതികാര നടപടിയില്ല, നിങ്ങൾക്കെതിരെ ഇന്നൊരു പ്രതികാര നടപടിയില്ല, നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇന്ന് വിമോചിതരാണ്, ലോകത്താദ്യമായി നിങ്ങൾ വിമോചിതരാണ് എന്ന് ഒരു ജനതയുടെ നേരെ വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രവാചകനാണ്. ആരോടാണ് വിളിച്ചു പറഞ്ഞത്? പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ചൊരിഞ്ഞവർക്കെതിരെ, വലിയ ചെളികൾ കൊണ്ടുവന്ന്, ചെളി കുടച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ തലയിൽ അഭിഷേകം ചെയ്തവർക്കെതിരെ, പട്ടിണി കിടത്തിയവർക്കെതിരെ ഉപരോധ സമരം നടത്തിയിട്ട് 3 വർഷത്തോളം ശുഐബ് അബി താലിബിന്റെ മലഞ്ചരിവുകൾക്കുള്ളിൽ കിടന്ന് കഷ്ടപ്പാട് സഹിച്ച പ്രവാചകൻ, പരിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രവാചകൻ, പരിശുദ്ധമായ ഇസ്ലാമിനെ വിശ്വസിച്ചതിന്റെ പേരിൽ അനുയായികൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രവാചകൻ. പക്ഷെ ആ പ്രവാചകനാണ് പറഞ്ഞത്, വഅൻതും തുലഖാ, നിങ്ങൾക്കെതിരെ പ്രതികാര നടപടിയില്ല, നിങ്ങൾക്കെതിരെ പ്രതികാര നടപടിയില്ല. അതാണ് ബഹുമാനപ്പെട്ട ലജ്നത്തുൽ മുഅല്ലിമീൻ ഇവിടെ വെച്ചിരിക്കുന്നത്. പ്രതിസന്ധികൾക്ക് പരിഹാരം പ്രവാചകന്റെ പാതയാണ്. ശത്രു സമൂഹത്തിന്റെ മുന്നിൽ നിന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ വിമോചിതരാണ്, നിങ്ങൾ വിമോചിതരാണ് എന്ന് പറഞ്ഞത് പ്രിയമുള്ളവരെ അവർക്കെതിരെയാണ്. ഈ രാജ്യത്തിന്റെ നന്മ അങ്ങനെയാണ് കടന്നു വന്നത്. ആ പ്രവാചകനിൽ നിന്നാണ് കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടൽ ചീറും തിരകൾ മുറിച്ചോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. ബഹുമാനപ്പെട്ട കുമാരനാശാൻ നമുക്ക് പാടിത്തന്നത് അതാണ്. 11 പേരാണ് കടന്നു വന്നത്. 20 കോടിയിലേക്ക് എത്തിയത് അവർ ബോംബുമായി കടന്നു വന്നത് കൊണ്ടല്ല, അവരുടെ സംസ്കാരം വാളിന്റെ സംസ്കാരമായതുകൊണ്ടല്ല, അവരുടെ സംസ്കാരം മോശപ്പെട്ട സംസ്കാരമായതുകൊണ്ടല്ല. ഇത് ആദമിന്റെ മണ്ണാണ്.
ഇന്ത്യ രാജ്യം മാധവിന്റെ മണ്ണാണ്. ഇതൊരു പൂങ്കാവനമാണ്. ഈ പൂങ്കാവനത്തിലേക്ക് വന്നവരെ എല്ലാവരെയും ഈ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട്. 3 സെമിറ്റിക് മതങ്ങളെ ഈ രാജ്യം പരിപൂർണമായി സ്വീകരിച്ചിട്ടുണ്ട്. 3 സെമിറ്റിക് മതങ്ങളെ ഈ രാജ്യം പരിപൂർണമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ, ക്രൈസ്തവതയെ, യഹൂദ മതത്തിനെ ഈ രാജ്യം കൈനീട്ടി സ്വീകരിച്ചതാണ്. ഗുരുനാനാക്കിന്റെ സിഖ് മതം ഈ മണ്ണിൽ ഗർഭം ധരിച്ചു പുറത്തു വന്ന മതമാണ്. വർത്തമാന മഹാവീരന്റെ ജൈനമതം ഈ മണ്ണിൽ ഉദയം ചെയ്ത മതമാണ്. ബുദ്ധ ഭഗവാന്റെ ബുദ്ധമതം ഈ മണ്ണിൽ ഉദയം ചെയ്ത മതമാണ്. ആ മതങ്ങളെല്ലാം ഉദയം ചെയ്യുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മതവിശ്വാസികൾ കടന്നു വരുമ്പോഴും സൗഹാർദ്ദത്തോടെ സ്വീകരിച്ച ഒരു ഇന്ത്യയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. മാനവവിക്രമ സാമൂതിരി എന്ന് പറയുന്ന രാജാവ് കോഴിക്കോട് ഭരിക്കുമ്പോൾ, കോഴിക്കോട് മാനവവിക്രമ സാമൂതിരിയുടെ രാജാവിൻ്റെ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത മുസ്ലിമീങ്ങളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ മുസ്ലിമീങ്ങളെ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ആരാ അറസ്റ്റ് ചെയ്യുന്നത്? ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയല്ല. ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയല്ല അറസ്റ്റ് ചെയ്യുന്നത്. മാനവവിക്രമ സാമൂതിരിയാണ് പറഞ്ഞത്, ജുമഅയ്ക്ക് പോകാത്ത ആളുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരിക, എന്നിട്ട് ഒരാഴ്ച അവരെ ജയിലിൽ പാർപ്പിക്കും. എന്നിട്ട് പിന്നീട് അവരെ പിറ്റേ വെള്ളിയാഴ്ച കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഏതെങ്കിലും ജുമഅത്ത് പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി വിടും. എന്നിട്ട് ആ പള്ളിക്ക് പട്ടാളക്കാർ കാവൽ നിൽക്കും. എന്താണ്? അവർ പള്ളിയിൽ നിസ്കരിക്കാതെ അടുത്ത വാതിലൂടെ ഇറങ്ങിപ്പോകുന്നു എന്ന് നോക്കുവാൻ വേണ്ടി വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകാത്ത മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിച്ച മാനവവിക്രമൻ സാമൂതിരിയുടെ നാട്ടിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്നത്. ഒന്നാമത്തെ പള്ളി പണിഞ്ഞത് അങ്ങ് 629 AD 629 ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒന്നാമത്തെ പള്ളി പണിയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ തൻ്റെ 58ാമത്തെ വയസ്സിൽ മസ്ജിദുൻ നബവിയുടെ ആ ചാരയെ നിൽക്കുമ്പോഴാണ് ഇങ്ങകലെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഇസ്ലാം കടന്നു വരുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിലൂടെ തന്നെയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന് 58 വയസ്സുള്ളപ്പോൾ മസ്ജിദുൻ നബവി ആകുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് യാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വയ്യായ ബിതഖ്വല്ലാഹ് എന്ന് ആ മസ്ജിദുൻ നബവിയിൽ വിളിച്ച അതേ സമയത്ത് തന്നെയാണ് പ്രവാചകൻ ഖുത്ബ ഓടിയ അതേ സമയത്ത് തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ ചേരമാൻ മസ്ജിദിന്റെ ഉള്ളിൽ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വയ്യായ ബിതഖ്വല്ലാഹ് എന്ന് വിളിച്ചത്. ആ കാലഘട്ടം മുതൽ ഇവിടെ ഇസ്ലാമിൻ്റെ വളർച്ചയായിരുന്നു. മുസ്ലിമീങ്ങളാകുവാൻ ആളുകൾ ഓടി വന്നതാണ്. എന്തുകൊണ്ട്? അത് വള്ളത്താൾ നാരായണ മേനോനാണ് പറഞ്ഞത്. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസര അറേബ്യക്കാർ, കുറുമ്പ് മാറാത്ത കുറേശ്ശി കൂട്ടർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ, ഇത് നിങ്ങൾ കോപ്പം കല്ലല്ല മരമല്ല, അല്ലാഹു സർവാധിശക്തനേകനെന്ന് കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് പ്രവാചകനെ കുറിച്ച് ഏറ്റവും വലിയ മദഹ് എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന ശുദ്ധ ബ്രാഹ്മണനായ. ഇന്നും കലാമണ്ഡലത്തിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ആ കലാമണ്ഡലത്തിന്റെ മുന്നിൽ പ്രതിമയിരിപ്പുണ്ട് വള്ളത്തോളിന്റെ. ശുദ്ധ ബ്രാഹ്മണനായ, ഷർട്ടിടാത്ത ബ്രാഹ്മണനായ വള്ളത്തോളാണ് എഴുതി വെച്ചത് പ്രവാചകന്റെ മദ്ഹുകൾ. അവരൊക്കെ ഹിന്ദുക്കളായി തന്നെ ജീവിച്ചു മരിച്ചവരാ. പക്ഷേ അവർ നന്മയുടെ പാട്ടുകാരായിരുന്നു. കുഞ്ഞായി മുസ്ലിയാർ 600 വരികളുള്ള ഒരു പദ്യം എഴുതി. നൂൽമദഹ് എന്ന പേരിലുള്ള പദ്യം. മുത്തുനബിയെ കുറിച്ചുള്ള വർണ്ണനകൾ ആ പദ്യത്തിലുള്ളത്. മങ്ങാട്ടച്ചൻ സാമൂതിരി രാജാവിന് അറിയിപ്പ് നൽകി. നൂൽമദഹ് എന്ന ഒരു കവിത എഴുതിയിരിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് കുഞ്ഞായി മുസ്ലിയാർ. രാജാവ് വിളിച്ചു കൊട്ടാരത്തിലേക്ക് 600 വരിയും മോദി കേൾപ്പിച്ചു. അവസാനം മുത്തുനബിയെ കുറിച്ചുള്ള ആ വർണ്ണനകൾ കേട്ടുകൊണ്ട്, പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ കേട്ടുകൊണ്ട് സാമൂതിരി രാജാവാണ് പറഞ്ഞത്, ഈ കവിത നിങ്ങൾ രാജ്യത്ത് മുഴുവനും പ്രചരിപ്പിക്കണം, അതിനുവേണ്ടിയുള്ള സമ്പത്ത് കൊട്ടാരത്തിൽ നിന്ന് വന്ന് തരുമെന്ന് പറഞ്ഞുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ, മാനവ സൗഹാർദ്ദത്തിന്റെ കൊടികൾ ഉയർത്തിപ്പിടിച്ചവരാണ് ഈ രാജ്യത്തെ രാജാക്കന്മാർ, ഈ രാജ്യത്തെ നല്ലവരായ മുൻഗാമികളായ ഭരണാധികാരികൾ. KG രാഘവൻ നായരാണ് 6600 ചില്ലുവാനം വരുന്ന പരിശുദ്ധ ഖുർആനിന് കവിതാ സമാഹാരം എഴുതിയത്. നിങ്ങൾക്കറിയുമല്ലോ, കാർവർണ്ണനെ ഏറ്റവും കൂടുതൽ ആരാ ഇവിടെ പ്രകീർത്തിച്ചു പാടിയത്? ഈ മയ്യത്തുങ്കര എന്ന് പറയുന്ന മതസൗഹാർദ്ദത്തിന്റെ ഈ പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാമല്ലോ, കാർവർണ്ണൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയിട്ട് കവിത എഴുതിയിട്ട് ഓടക്കുഴൽ അവാർഡ് നേടിയത് യൂസുഫ് അലി കേച്ചേരിയാണ് ഓടക്കുഴൽ അവാർഡുമായി പുറത്തേക്ക് വന്നത്. കാർവർണ്ണനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ എഴുതിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവത്തിനെ കുറിച്ച് സ്തുതി എഴുതിയപ്പോൾ
പത്രക്കാർ ചോദിച്ചു പത്രേ, നിങ്ങളൊരു മുസ്ലിമല്ലേ, നിങ്ങളെങ്ങനെയാണ് കാർവർണ്ണനെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഇത്ര മനോഹരമായ കവിതകൾ എഴുതുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രവാചകന്റെ അനുയായിയാണ്, ഞാൻ മുത്തുനബിയുടെ അനുയായിയാണ്. എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ കടന്നു വന്ന കൂട്ടത്തിൽ ഇന്ത്യ രാജ്യത്തും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ ഇന്ത്യ രാജ്യത്തും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ കാർവർണ്ണനും ഒരു പ്രവാചകനായാലോ. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഞാൻ എൻ്റെ വാക്കല്ല പറയുന്നത്, യൂസുഫ് അലി കേച്ചേരിയാണ് പറഞ്ഞത്. അതും ഒരു പ്രവാചകനായാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ യുദ്ധത്തിൻ്റെ ഏതെങ്കിലും ആയത്തുകൾ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക്, ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്വഹാബികൾ എത്തിയപ്പോൾ ആ സ്വഹാബി വര്യന്മാരോട് നിങ്ങൾ പരിശുദ്ധമായ ദീനിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച ഖുർആനിൻ്റെ ആയത്തുകൾ ഇതിലെടുത്തു വെച്ചുകൊണ്ട് ഹിന്ദുവിനെ കൊല്ലാനോ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവനെ കൊല്ലാനോ വേണ്ടി അവതരിച്ചതാണ് എന്ന് പറഞ്ഞു പരത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ നിങ്ങൾ വരല്ലേ. അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത മുഴുവനും യുദ്ധകാണ്ഡമല്ലേ? ഭഗവത്ഗീത മുഴുവനും യുദ്ധകാണ്ഡമല്ലേ? യുദ്ധത്തിന് വേണ്ടി അവതരിച്ചതല്ലേ ഭഗവത്ഗീത? ഇന്നും നമ്മുടെ നാടുകളിൽ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടക്കാറുണ്ടല്ലോ. വിനീതനായ ഞാൻ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ സംബന്ധിക്കാറുണ്ട്. അതിഥികളായി ക്ഷണിക്കാറുണ്ട് ഹൈന്ദവ സഹോദരന്മാർ. അവരുടെ പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. ആ യുദ്ധകാണ്ഡമാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന പാർത്ഥനുണ്ട്, അർജുനൻ. കുന്തിയുടെ 5 മക്കളിൽ ഒരാളായ പാർത്ഥൻ അർജുനൻ തേർത്തട്ടിൽ തളർന്നിരിക്കുകയാണ്. ആ തേര് നയിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തേര് നയിക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ തളർന്നിരിക്കുന്ന അർജുനനോട് നൽകുന്ന ഉപദേശങ്ങൾ. എന്തുകൊണ്ടാണ് അർജുനൻ തേർത്തട്ടിൽ തളർന്നിരിക്കുന്നത്? നേരത്തെ ഇവിടെ ബദറിൻ്റെ സമാനമായ സാഹചര്യം പോലെയാണ്. എതിർഭാഗത്ത് നിൽക്കുന്നത് അസ്ത്രവിദ്യ പഠിപ്പിച്ചു തന്ന ദ്രോണാചാര്യ എന്ന ഗുരുവാണ് അപ്പുറത്ത് നിൽക്കുന്നത്. എങ്ങനെയാണ് ആ ഗുരുവിനെതിരെ അമ്പയ്യുവാൻ അർജുനന്റെ കൈകൾക്ക് കരുത്തു പറ്റുക? അപ്പുറത്ത് നിൽക്കുന്നത് ദുര്യോധനനാണ്. ദുര്യോധനനോ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരനായ ധൃതരാഷ്ട്രരുടെ മകനാണ്. ആ ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവപ്പട, ആ കൗരവരെല്ലാം ഇപ്പുറത്ത് നിൽക്കുന്ന അർജുനന്റെ സഹോദരന്മാരാണ്, രക്തബന്ധങ്ങളാണ്. അവർക്കെതിരെ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? അപ്പുറത്ത് പടച്ചട്ട അണിഞ്ഞു നിൽക്കുന്ന കർണനോ തൻ്റെ പ്രിയപ്പെട്ട മാതാവായ കുന്തിദേവിയുടെ മറ്റൊരു പുത്രനാണ്. സൂര്യപുത്രനായ കർണൻ, അത് തൻ്റെ അമ്മ തന്നെ കുന്തിദേവി തന്നെ അവർ തന്നെ ജന്മം നൽകിയ മകനാണ്. അങ്ങനെ സ്വന്തം സഹോദരന്മാർക്കെതിരെ, സ്വന്തം രക്തബന്ധത്തിനെതിരെ, സ്വന്തം ഗുരുക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പറ്റാതെ എങ്ങനെയാണ് അവർക്കെതിരെ അസ്ത്രവിദ്യയിൽ ആയിരുന്ന യുദ്ധകലയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന അർജുനൻ യുദ്ധം ചെയ്യുവാൻ പറ്റാതെ തേർത്തട്ടിൽ തളർന്നിരുന്നപ്പോഴാണ് ഭഗവത്ഗീതയുടെ മഹത്തായ വാക്യങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഓതിക്കൊടുക്കുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥം സംഭവാമി യുഗേ യുഗേ. ഇവിടെ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് നീ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് നീ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക. ഇവിടെ നിന്റെ കയ്യിലിരിക്കുന്ന അമ്പുകൾ എയ്യുന്നത് നിന്റെ ഗുരുവിന് നേരെയല്ല, നിന്റെ പിതാവിന് നേരെയല്ല, നിന്റെ സഹോദരങ്ങൾക്ക് നേരെയല്ല എന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അവർക്കെതിരെ യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് ഭഗവത്ഗീത. പക്ഷേ നമ്മൾ പറയാൻ പാടില്ല ആ ഭഗവത്ഗീത യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതാണ് എന്ന്. എതിരാളികളെ കൊല്ലുവാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറയാൻ പറ്റൂല. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രതിരോധ പോരാട്ടങ്ങളാണ്. എന്നതുപോലെ തന്നെയാണ് ഈ രാജ്യവും ഇസ്ലാമിനെ പരിപൂർണമായി സ്വീകരിച്ചത്. നിങ്ങൾക്കറിയുമോ, റോമാ രാജാവിൻ്റെ മുന്നിലേക്ക് ഒരു കൂട്ടം ഇസ്ലാമിക നിവേദക സംഘം കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാഷയിലേക്ക് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്ന് വിവർത്തനം ചെയ്യട്ടെ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ഭാഷയിലേക്ക് ഒന്ന് വിവർത്തനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ റോമാ രാജാവ് പറഞ്ഞത് പറ്റില്ല, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഞങ്ങളുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ തർജ്ജമ ചെയ്തിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആ വെളിച്ചം ഈ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് നിങ്ങൾ വിടർത്താൻ പാടില്ല എന്ന് ആ രാജാവ് അവിടെ ഓർഡർ ഇറക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ആ കാലഘട്ടത്തിൽ റോമിലേക്ക്, യൂറോപ്പിലേക്ക്, അവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ ലൈബ്രറികളിലേക്ക് ചെല്ലുമ്പോൾ രാമായണത്തിൻ്റെ, മഹാഭാരതത്തിൻ്റെ ശ്രേഷ്ഠമായ വരികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഏത് ഭാഷയിലേക്ക്? അറബി ഭാഷയിലേക്ക്. നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? ആരാണ് ഇവിടെ വർഗീയതയുടെ വിത്തുകൾ മുളപ്പിച്ചത്? ആരാണ് ഇവിടെ വർഗീയതയുടെ വേരുകൾ മുളപ്പിച്ചവർ? ആരാണ്? ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ,
ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന് മുസ്ലിം പണ്ഡിതന്മാർ രാമായണ മഹാകാവ്യം ശ്രീരാമ ഭഗവാന്റെ പേരിലാണല്ലോ ഇവിടെ ബാബരി മസ്ജിദിന്റെ അയോധ്യയുടെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുന്നത്. ആ ശ്രീരാമ ഭഗവാന്റെ വാൽമീകിയുടെ രാമായണത്തിന് അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അറബി സർവകലാശാലകളിൽ രാമായണം പഠിക്കുന്നു. എവിടെയാണ് വർഗീയതയുള്ളത്? ഇന്ത്യൻ ക്ലാസിക് ഇതിഹാസമായ മഹാഭാരതത്തിന് അറബി ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ടു. അത് അറബി ഭാഷയിൽ പഠിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആനിനെ ഇന്ത്യയുടെ പ്രാചീന ഭാഷയായ സംസ്കൃത ഭാഷയിലേക്ക്, ഹിന്ദിയിലേക്ക്, ഇന്ത്യയിലെ ഓരോ പ്രാദേശിക ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നു. ഈ രാജ്യത്തെ ആളുകൾ വായിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്നു. ഇവിടെയെല്ലാം ആരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ വർഗീയതയുടെ വാക്കുകൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നത്? അത് അധികാരമാണ്, അത് രാഷ്ട്രീയമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വർഗീയത അത് രാഷ്ട്രീയമാണ്. അത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ കസേര കണ്ടുകൊണ്ട് ഈ രാജ്യത്തിനെ പരിപൂർണമായി, ഒരു കാലഘട്ടത്തിൽ വിദേശാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിനെ പരിപൂർണമായി കാർന്നു നിന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഇവിടെ സുഖനിദ്ര ഒരുക്കുകയും ഇവിടുത്തെ സാധാരണക്കാരനെയും ഇടനിലക്കാരനെയും ചവറുകൊട്ടകളിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്ന ഭരണപരിഷ്കാരങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരു വർഗീയതയുടെ മേമ്പൊടി. ആ വർഗീയതയ്ക്കെതിരെ പോരാടിയ മഹാത്മാഗാന്ധിജിയെ നമുക്കറിയാമല്ലോ. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട് ഇതാ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മഹാനായ ബാപ്പുജി. ബാപ്പുജി എന്തിനാണ് നവഖാലിയിലേക്ക് പോയത്? ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാമല്ലോ. ഇന്ത്യ വിഭജനം നടന്നു തലേ രാത്രിയിൽ. ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപാട് മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിലേക്ക് യാത്രയായി. കിഴക്കൻ പാകിസ്ഥാനായ ബംഗ്ലാദേശിലേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനായ ഇന്നത്തെ പാകിസ്ഥാനിലേക്കും യാത്രയായി. അവരിൽ പലരെയും വഴികളിൽ കൊല ചെയ്യപ്പെട്ടു. ആ രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക്, വിഭജനാനന്തര ഇന്ത്യയിലേക്ക് ഹിന്ദുരാഷ്ട്രം സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപാട് ഹിന്ദുക്കൾ കടന്നു വന്നു. അവരും വഴിയിൽ കൊല ചെയ്യപ്പെട്ടു. മഹാത്മാഗാന്ധിജി ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രാമത്തിലെ ഹൈന്ദവ സഹോദരിമാർ അവർ ഓടി വന്നിട്ട് പറഞ്ഞു, മുസ്ലിം തീവ്രവാദികൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊന്നിരിക്കുന്നു, ഞങ്ങൾക്കാരുമില്ല. അടുത്ത അവരെ ആശ്വസിപ്പിച്ചിട്ട് മഹാത്മാഗാന്ധിജി അടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങളായ സഹോദരിമാർ ഓടി വന്നിട്ട് പറയുന്നു, ഹിന്ദു തീവ്രവാദികൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊന്നിരിക്കുന്നു. അങ്ങനെ ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളെയും കൊന്ന വിഭജനാനന്തര ഇന്ത്യയിലെ കറുത്ത രാത്രികളിൽ ചോര വീണ മനുഷ്യന്റെ രക്തത്തിനാൽ തളം കെട്ടിക്കിടക്കുന്ന ഗ്രാമാന്തരങ്ങളിലൂടെ ചെരുപ്പ് ധരിക്കാതെ അർദ്ധനഗ്നനായ ഫക്കീർ മഹാത്മാഗാന്ധിജി കടന്നുപോയെങ്കിൽ ആ മഹാത്മാഗാന്ധിജി സ്വപ്നം കണ്ടത് ഒരു രാമരാജ്യമാണ്. മഹാത്മാഗാന്ധിജി സ്വപ്നം കണ്ടത് രാമരാജ്യമാണ്. പക്ഷേ ഏത് രാമരാജ്യമാണ്? മഹാനായ ബാപ്പുജിയാണ് ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഞാനിവിടെ സ്വപ്നം കാണുന്നത് ഒരു രാമരാജ്യമാണ്. പക്ഷെ ആ രാമരാജ്യമോ അങ്ങകലെ മസ്ജിദുൻ നബവിയുടെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെയുള്ള വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഖലീഫ ഉമറിന്റെ രാമരാജ്യമാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ബാപ്പുജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചിട്ട് ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് ഗാന്ധിജിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. 150-ാം ജന്മദിനം ആഘോഷിച്ചു മഹാത്മാഗാന്ധിജിയുടെ. മാതൃഭൂമി എന്ന് പറയുന്ന കേരളത്തിൽ ഒരു മുത്തശ്ശി പത്രമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേ ഉള്ള പത്രം, നമ്മളൊക്കെ ബഹുമാനിച്ച പത്രം, ആദരിച്ച പത്രം. ആ പത്രത്തിൽ മോഹൻ ഭഗവതിന്റെ ഒരു ലേഖനമുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് RSSനെ വലിയ ഇഷ്ടമായിരുന്നു മഹാത്മാഗാന്ധിജിക്കെന്നാണ്. RSSനെ വലിയ ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ശാഖകളിൽ വരുമായിരുന്നു അത്രേ ബാപ്പുജി. എന്നിട്ട് RSSന്റെ സംഘാടകർക്ക്, ശാഖയിൽ വരുന്ന സംഘാടകർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു അത്രേ ഗാന്ധിജി. വലിയ തമാശയായി നമുക്ക് തോന്നിയേക്കാം, നാളെ അങ്ങനെ പറഞ്ഞു പോയേക്കാം. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ കേരളത്തിൽ പച്ച മലയാളത്തിൽ അച്ചടിച്ചു വന്നേക്കാം. മഹാത്മാഗാന്ധിജി തൂങ്ങി മരിച്ചത് പ്ലാസ്റ്റിക് കയർ കൊണ്ടാണോ, അതല്ല ചക്കര കയർ കൊണ്ടാണോ, കരിപ്പോട്ടി കയർ കൊണ്ടാണോ എന്ന ചോദ്യം നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് നേരിട്ടേക്കാം. അങ്ങനെ ചരിത്രത്തിനെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മഹാത്മാഗാന്ധിജിയുടെ
ചരിത്രമാ പറയുന്നത്. മോഹൻ ഭഗവത് RSSന്റെ ആചാര്യം പറയുന്നു, ഞങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു, RSSന്റെ ശാഖയിൽ വരുമായിരുന്നു. ഞങ്ങളുടെ സ്വപ്നം ഗാന്ധിജിയുടെ ഇന്ത്യയാണ്. ആരാ പറയുന്നത്? ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ, ഇന്ത്യയുടെ പിതാവിനെ നെഞ്ചിന് നേരെ നിറവൊഴിച്ചപ്പോൾ കൈ പതറാതെ, കാല് പതറാതെ, നെഞ്ചു പതറാതെ ഏത് മനുഷ്യന് പറ്റിയിട്ടുണ്ടോ? മഹാത്മാഗാന്ധിജിയെ കൊല്ലണമായിരുന്നുവെങ്കിൽ കൊല്ലേണ്ടത് ബ്രിട്ടീഷുകാരല്ലേ? ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിജിയെ വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലല്ലേ? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന്. അദ്ദേഹത്തിനെ കൊല്ലാമായിരുന്നല്ലോ അവർക്ക്. അവർ പോലും കൊന്നില്ലല്ലോ. എല്ലും തോലുമായ ഒരു മനുഷ്യൻ, ഒരു തുണി ഉടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ച ആ മനുഷ്യൻ, അദ്ദേഹം ഉപവാസം കിടന്ന് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് ഉപവാസത്തിൻ്റെ പാഠം പഠിപ്പിച്ചു തന്നെന്ന് പറഞ്ഞ് ഉപവാസം കിടന്ന് ശരീരത്തിൻ്റെ എല്ല് മാത്രം അവശേഷിച്ച് മാംസം ഉരുകിത്തീർന്ന ആ മനുഷ്യനെ കൊല്ലാതെ ബ്രിട്ടീഷുകാർ വിട്ടെങ്കിൽ ആ മനുഷ്യൻ്റെ നെഞ്ചിന് നേരെ നിറവൊഴിച്ചിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നവർ. ഏതുപോലെ അച്ഛനെ കൊന്നിട്ട് അടിയന്തരത്തിൻ്റെ അന്ന് സഞ്ചയനം നടത്തുമ്പോൾ ആ സഞ്ചയനത്തിന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിക്കുഴച്ച് തിന്നുന്നതിൻ്റെ ഇടയിൽ അച്ഛന് ഓർമ്മ വന്നു. ആർക്കാ ഓർമ്മ വന്നത്? അച്ഛനെ കൊന്ന മകന്. അപ്പോൾ മകന് വലിയ വിഷമമായി. അപ്പോൾ മകൻ പറയുകയാണ്, ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛന് ഞങ്ങളോട്. ആരാ പറയുന്നത്? അച്ഛൻ്റെ തലക്കടിച്ചു കൊന്ന ആളാ പറയുന്നത്. അച്ഛനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു, അച്ഛന് ഞങ്ങളോടും സ്നേഹമായിരുന്നു എന്ന് പറയുന്നത് പോലത്തെ കപട സ്നേഹം മഹാത്മാഗാന്ധിജിയുടെ പേരിൽ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇന്ത്യ രാജ്യം സാരേ ജഹാസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര മഹാകവി അല്ലാമ ഇഖ്ബാൽ പാടിയത് ഇതൊരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും സിഖുകാരനും പാഴ്സിയും ജൈനനും ബുദ്ധനുമെല്ലാം ഈ പൂന്തോട്ടത്തിൻ്റെ പുഷ്പങ്ങളാണ്. അത് ആടിയും മുലഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയാകുന്നത്. ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കരുത് നിങ്ങൾ. ഇന്ത്യയുടെ മതേതര പാരമ്പര്യങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത്. ഈ രാജ്യത്ത് നിങ്ങൾ ഏർപ്പെടുത്തുന്ന നിരോധനങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ തന്നെ അടിത്തറ തോണ്ടുന്നതായിരിക്കാം. ബീഫ് നിരോധിച്ചാൽ ആർക്കാണോ ഛേദം? ഇവിടെ പറയാറുണ്ടല്ലോ, ബീഫ് നിരോധിച്ചു. മുസ്ലിമീങ്ങൾക്ക് എന്താണ് ബീഫ് നിരോധിച്ചാൽ? ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇരിപ്പുണ്ട്. കാരാളുമുക്കിൽ നിന്ന് വന്ന് എൻ്റെ ബാല്യകാലം മുതൽ ഇന്ന് വരെയുള്ള സുഹൃത്ത് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിൽ ആകെ ബീഫ് തിന്നത് പെരുന്നാളിൻ്റെ അന്ന് മാത്രമാണ്. ഇല്ല സാർ, എല്ലാ ദിവസവും വീട്ടിൽ ബീഫ് വെക്കുമായിരുന്നോ? പെരുന്നാളിൻ്റെ അന്ന് മാത്രമാണ്. അന്ന് 10 രൂപയുമായി ഞങ്ങൾ കാരാളുമുക്ക് ചന്തയിൽ പോയി നിൽക്കും. എന്നിട്ട് ഞങ്ങൾ 1/2 കിലോ ഇറച്ചി ചോദിക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇത്തിരി എല്ലും കൊഴുപ്പും ഒക്കെ അധികം ഇട്ട് തരാൻ പറയും. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോയി 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്നാണ് ബീഫ് കഴിച്ചതെങ്കിൽ ഇന്ത്യയിൽ ബീഫ് നിരോധിച്ചാൽ ഇസ്ലാമിനൊന്നുമില്ല, RSSനാണ് നഷ്ടം. ഒരു വർഷം ബീഫ് ഇന്ത്യയിൽ നിരോധിച്ചാൽ, ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റുമതി നിരോധിച്ചാൽ 25 കോടി രൂപ നഷ്ടം വരുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കല്ല, ക്രിസ്ത്യാനികൾക്കല്ല, മറ്റ് സാധാരണ ഹിന്ദുക്കൾക്കല്ല. സാധാരണ ഹിന്ദുക്കളെയും സംഘപരിവാറിനെയും നമ്മൾ ഒരുപോലെ കാണാൻ പാടില്ല. ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഹിന്ദു സഹോദരങ്ങളുണ്ട്, 90% അവരാണ്. അവരെ നമ്മൾ സംഘപരിവാറുമായി കൂട്ടിക്കൊടിച്ച് കാണണ്ട. ഇവിടെ പ്രവാസികളായ ഒരുപാട് പേരുണ്ടല്ലോ. അൽ കബീർ എന്ന് പറയുന്ന ഒരു ബീഫ് കമ്പനിയാണ് നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെ ഇവിടെ നിന്ന് ബീഫ് വിതരണം ചെയ്യുന്നത്. അൽ കബീർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു ഒന്നും ചെല്ലരുത്. കാരണം അൽ കബീർ എന്ന് പറയുന്ന ബീഫ് കമ്പനി നടത്തുന്നത് RSSകാരനാണ്. ഇവിടെ ബീഫ് നിരോധിച്ചാൽ നഷ്ടം വരുന്നത് ഒരു വർഷം 25 കോടി രൂപ RSSനാണ്. നിരോധിച്ചാൽ ഇവിടെ പ്രശ്നമില്ല. നാളെ ചേന നിരോധിക്കട്ടെ, മറ്റന്നാൾ വാഴയ്ക്ക് നിരോധിക്കട്ടെ, അതിൻ്റെ പിറ്റേന്ന് ചേമ്പ് നിരോധിക്കട്ടെ, എല്ലാം നിരോധിക്കട്ടെ. ആർക്കാണ് നഷ്ടം? 125 കോടി വരുന്ന ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കുമാണ് നഷ്ടം വരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വരൂല. അതുകൊണ്ട് അലറി വിളിക്കുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് പ്രവാചകന്റെ റഹിമത്തിന്റെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന പ്രവാചകാനുയായികൾ പഠിപ്പിച്ചു തന്ന സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് 20 കോടി മുസ്ലിമീങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായി ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഉള്ളത് ഇന്ത്യ രാജ്യത്താണ്. എന്തുകൊണ്ട്? ഈ രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിച്ചവരാണ് ഈ രാജ്യത്തെ സഹോദരങ്ങൾ. നിങ്ങൾക്കറിയുമല്ലോ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗക്കാർ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗക്കാർ ദ്രാവിഡരാണ്. അതുകൂടി പറയാതെ എൻ്റെ വർത്തമാനം ഞാൻ പൂർത്തിയാക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗം ദ്രാവിഡരാണ്.
ആ ദ്രാവിഡർക്കെതിരെ അധിനിവേശം നടത്തി പേർഷ്യൻ നാട്ടിൽ നിന്ന് കടന്നു വന്നവരാണ് ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ, ഇവിടുത്തെ ബ്രാഹ്മണിസം, ഇവിടുത്തെ കറുത്ത മക്കൾ, ഈ രാജ്യത്തിൻ്റെ മക്കൾ. അവരാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അവരാണ് നമ്മുടെ പരിശുദ്ധമായ ദീനിനെ പുൽകിയവർ. കാരണം ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചു പൊറുതുമുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താന് കെട്ടു കഴിഞ്ഞ നമ്പൂരി മതമെന്ന് അങ്ങകലെ വർക്കല ശിവഗിരി കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാന്യനായ ശ്രീനാരായണ ഗുരുദേവനെന്ന് ഈ കേരളത്തിന്റെ നവോത്ഥാന നായകന്റെ ശിഷ്യനായ കുമാരനാശാൻ പാടിയത് എന്തുകൊണ്ട് ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടായി എന്നാണ്. ഇവിടുത്തെ അധസ്ഥിത വർഗത്തിന്റെ വിമോചനമായിരുന്നു ഇസ്ലാം. ഇവിടുത്തെ പുലയ സമുദായത്തിന്റെ, പറയ സമുദായത്തിന്റെ, ഇവിടുത്തെ ദളിത് സമുദായത്തിന്റെ അവരുടെ മോചനമായിരുന്നു ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇസ്ലാം. ബഹുമാന്യനായ ഭീംറാവു അംബേദ്കർ പറഞ്ഞല്ലോ, 3 കാര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ രാജ്യം എൻ്റെ സമുദായത്തിനെ അവർ സ്വീകരിച്ചിട്ടുള്ളത്. 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, രാമായണം എഴുതാൻ വേണ്ടി അവർക്ക് ദളിതനെ ആവശ്യമുണ്ടായിരുന്നു. വാൽമീകി, രാമായണം എഴുതിയ വാൽമീകി ദളിതനാണ്. രാമായണം എഴുതിയ വാൽമീകി ദളിതനാണ്. അവർക്ക് അങ്ങനെ ഒരു പുരാണം വേണമായിരുന്നു. അതുകൊണ്ട് അവർ ദളിതനെ സ്വീകരിച്ചു. അതുപോലെ തന്നെയാണ് മഹാഭാരതം എഴുതിയ വേദവ്യാസൻ, അദ്ദേഹം ദളിതനാണ്. അവർക്കൊരു വലിയ ക്ലാസിക് ഇതിഹാസം വേണമായിരുന്നു. അതിനവർ വേദവ്യാസനെ സ്വീകരിച്ചു. വേദവ്യാസൻ ദളിതനാണ്. 3ാമത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമായിരുന്നു. അവർ അതിന് അംബേദ്കർ ആകുന്ന എന്നെയും സ്വീകരിച്ചു. ഈ 3 കാര്യത്തിനല്ലാതെ ഇന്ത്യ രാജ്യത്ത് സവർണ ഫാസിസ്റ്റുകൾ ദളിതനെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഭീംറാവു അംബേദ്കർ ആണ്. ആ അംബേദ്കറുടെ മക്കള് ഇന്ന് ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അവർ പാവപ്പെട്ട ആളുകളാ. നമ്മുടെ നാട്ടിലെ പോലെ തൊഴിലിന് പോയാൽ അവർക്ക് കൂലി കിട്ടൂല. അവിടെയൊക്കെ തൊഴിലിന് കൂലി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? എൻ്റെ പറമ്പിലേക്ക് ജോലിക്ക് വന്നാൽ ഒരു നായർ സമുദായത്തിലും, ഒരു ഈഴവ സമുദായത്തിലും, പുലയ സമുദായത്തിലും, മുസ്ലിം സമുദായത്തിലുമുള്ള 4 പേര് ജോലിക്ക് വന്നാൽ വൈകുന്നേരം ഞാൻ 4 പേരോടും ചോദിക്കും, എത്ര രൂപയാ കൂലി? 4 പേരും പറയും 850, 900 ഒരുപോലെ ആ കൂലി കൊടുക്കുന്നത്. പക്ഷേ അഹമ്മദാബാദിലേക്ക് ചെന്നാൽ, രാജസ്ഥാനിലേക്ക് ചെന്നാൽ, ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നാൽ, ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നാൽ അവിടെ ജോലിക്ക് കൂലി കൊടുക്കുന്നത് മതം നോക്കിയിട്ടാ, ജാതി നോക്കിയിട്ടാ. സവർണവർഗത്തിൽപ്പെട്ടവൻ 500 രൂപ കൂലി കൊടുത്താൽ ദളിതനാണ് അതേ ജോലി ചെയ്യുന്നതെങ്കിൽ അവന് 100 രൂപയാണ് കൂലി കൊടുക്കുന്നത്. അങ്ങനെ അവിടുത്തെ വ്യത്യാസം. അവസാനം അവർക്കൊരു ഉത്സവം വരുന്ന എപ്പോഴാണെന്നറിയുമോ? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ എവിടെയെങ്കിലും വീണ് ചത്തുകിടക്കുമ്പോൾ ആ പശുവിൻ്റെ തോലുരിഞ്ഞിട്ട് അവരേതെങ്കിലും തുകൽ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് 10,000 2,000 രൂപ കിട്ടും. ആ 2,000 രൂപ കിട്ടുമ്പോൾ അവർക്ക് ഉത്സവമാണ്. ആ ഉത്സവം അവർ ആഘോഷിക്കുന്നത്, അവരുടെ വീട്ടിൽ ഭക്ഷണം വെക്കുന്നത് ഏതെങ്കിലും പശു വഴിയിൽ കിടന്ന് ചാവുമ്പോഴാണ്. അതിൻ്റെ തോലുരിഞ്ഞിട്ടാണ് അത് തോല് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ തോലുരിയുന്ന പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ടവനെ പശുവിനെ കൊന്നു, പശുവിൻ്റെ തോലുരിഞ്ഞു എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മർദ്ദിച്ചു കൊല്ലുമ്പോൾ, പശുവിൻ്റെ ഇറച്ചി കൈവശം വെച്ചു എന്ന് പറഞ്ഞ് ഒരു സമുദായത്തിൻ്റെ ആളുകളെ കൊല്ലുമ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മോചനം നൽകേണ്ടുന്ന 2 പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അത് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ CPM-ഉമാണ്. ഈ ഒരു വേദി രാഷ്ട്രീയത്തിൻ്റെ വേദിയല്ല എങ്കിലും പറയട്ടെ, CPM-ഉം കോൺഗ്രസും അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് മതേതര പ്രസ്ഥാനങ്ങളും അവരുടെ ബാധ്യത മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത ഏറ്റെടുക്കണം. നിങ്ങളാണ് ഈ രാജ്യത്തിനെ നയിക്കേണ്ടവർ. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ആഗോള ഇന്ത്യ അടിസ്ഥാനത്തിൽ അവർ ഇറങ്ങണം മുന്നിട്ട്. നിങ്ങൾ ഈ ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഈ ഭീകരതയ്ക്കെതിരെ നിങ്ങൾ കണ്ണടയ്ക്കുവാൻ പാടില്ല. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും, CPM-ന്റെ ദേശീയ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ കണ്ണടച്ചിരിക്കരുത്. ഇനിയും നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ടിരിക്കരുത്. നിങ്ങൾ രംഗത്തിറങ്ങണം. നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങണം. നിങ്ങൾ ഈ ഭീകരതയ്ക്കെതിരെ തുറന്നെതിർക്കണം. നിങ്ങൾ ഈ ഭീകരവാദികൾക്കെതിരെ മുന്നിൽ നിൽക്കണം. അങ്ങനെ നിങ്ങൾ മുന്നിൽ നിന്നാൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ബാപ്പുജിയുടെ പിറകിൽ ആളുകൾ നിന്നതുപോലെ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പിറകിൽ ആളുകൾ നിന്നതുപോലെ, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പിറകിൽ ആളുകൾ നിന്നതുപോലെ, മൗലാന അബുൽ കലാം ആസാദിന്റെ പിറകിൽ നിന്നതുപോലെ, വാര്യംകുന്നത്തിന്റെ പിറകിൽ നിന്നതുപോലെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളുടെ പിറകിൽ നിന്ന് ഈ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള സമരത്തിൽ ഒന്നായുണ്ടാകും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല.